അതായത് ഭീകരവാദത്തിലേക്ക് മുസ്ലിം സമൂഹത്തിൽ നിന്ന് വ്യക്തികൾ ആകർഷിക്കപ്പെടുന്നത് അവരുടെ വിദ്യാഭ്യാസത്തിലുള്ള അതല്ലെങ്കിൽ അവരുടെ അരക്ഷിതാവസ്ഥയും അവരുടെ അധസ്ഥിതാവസ്ഥയും ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടാണ് ഈ ഭീകരവാദത്തിലേക്ക് യുവാക്കൾ ആകർഷിക്കപ്പെടുന്നത്. അപ്പോൾ അവരെ നമ്മൾ കൂടുതൽ സമുദ്ധരിക്കുകയാണെങ്കിൽ, അവർക്ക് വിദ്യാഭ്യാസവും അറിവും പകർന്നു കൊടുക്കുകയാണെങ്കിൽ അവർ ഭീകരവാദത്തിലേക്ക് പോകില്ല എന്നാണ് വെപ്പ്. ഏറ്റവും വലിയ കള്ളാണിത്. വിദ്യാഭ്യാസം കിട്ടാത്തവൻ, പ്രത്യേകിച്ച് മദ്രസ വിദ്യാഭ്യാസം കിട്ടാത്തവൻ ഒരു കാരണവശാലും ഭീകരവാദത്തിലേക്ക് പോവില്ല. പോയിരിക്കുന്നത് ആരാണ്? പോയിരിക്കുന്നത് ഡോക്ടർമാര്, എഞ്ചിനീയർമാര്. നമുക്കറിയാം, നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നിന്ന് മെറിൻ ജേക്കബും സോണിയ സെബാസ്റ്റ്യനും ഒക്കെ പോയിരുന്നപ്പോൾ അവർ എഞ്ചിനീയേഴ്സാണ്. അവരോടൊപ്പം പോയത് ആരാ? എല്ലാവരും എഞ്ചിനീയേഴ്സാ, ഭൂരിഭാഗം പേര് എഞ്ചിനീയേഴ്സാ. ഇനി ആഗോള തീവ്രവാദികളുടെ ഇടയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, അൽ ഖ്വയ്ദയുടെ ബിൻ ലാദന്റെ കുടുംബം ഒരു ബില്ലിനിയർ കുടുംബമാണ്. വലിയ ബിസിനസ്സുകൾ സൗദിയിൽ ചെയ്യുന്ന കുടുംബത്തിലത്തെ മകനാണ് ബിൻ ലാദൻ. അദ്ദേഹം പഠിച്ചത് ബിസിനസ് അഡ്മിനിസ്ട്രേഷനാണ്. തലയുള്ള വ്യക്തികളാണ് ഇവര്. ആ തലയുള്ള കൊണ്ടാണല്ലോ ഇത്രയും വലിയ ആക്രമണം ആസൂത്രണം ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചത്. അതേപോലെ തന്നെ അൽ ബാഗ്ദാദി നോക്കിയോ, അദ്ദേഹം പഠിച്ചിരിക്കുന്നത് ബാഗ്ദാദ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. ഡോക്ടറേറ്റ് ഉണ്ട്, പി എച്ച് ഡി എടുത്തിട്ടുള്ള വ്യക്തിയാണ്. പക്ഷെ പഠിച്ച വിഷയം മാത്രമാണ് അപകടമായത്. അപ്പൊ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും, വിവരമില്ലാത്തവരല്ല, വിവരമുള്ളവരാണ് തീവ്രവാദത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. തീവ്രവാദത്തിന്റെ മുൻനിരയിലേക്ക് വരുന്നത് ഏറ്റവും വിവരമുള്ളവരാണ്. അവർ എന്തുകൊണ്ട് തീവ്രവാദികളാകുന്നു എന്നതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇതേപോലെ തന്നെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ശ്രീലങ്കയിൽ നിന്നൊരു ഡോക്ടറെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അമുസ്ലിങ്ങളെ വന്ധീകരിക്കാൻ അതിനുവേണ്ടിയുള്ള മരുന്നുകൾ കൊടുത്ത് എന്തൊക്കെ പരിപാടികളാണ് ഈ തീവ്രവാദികൾ ചെയ്യുന്നത്. അപ്പോൾ ഇവർ വരുന്നത് നല്ല എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്. അതോടൊപ്പം തന്നെ ഇവർക്ക് കൃത്യമായുള്ള മറ്റൊരു എഡ്യൂക്കേഷനും അവർക്ക് കിട്ടുന്നുണ്ട്.